നമസ്കാരം. ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ആഴ്ചയിലാണ് വിപണി നഷ്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ വിപണി വീണ്ടും ഉഷാറാകുമോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാന വിപണികളിലൂടെ പങ്കുവെക്കുന്നത്. സമീപഭാവിയിലേക്കുള്ള നിഫ്റ്റിയുടെ സാധ്യതകൾ, ഈ ആഴ്ച നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളും ഒക്കെ പങ്കുവെക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചയിലൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാമത്തെ വ്യാപാരാഴ്ചയിലുമാണ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വിപണികൾ കടന്നു പോകുന്നത്. BSEയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ 81,451 ക്ലോസ് ചെയ്തു. സമാനമായി NSEയുടെ മുഖ്യ സൂചിയായിട്ട് നിഫ്റ്റി ആകട്ടെ 24,751 ക്ലോസ് ചെയ്തു. വീക്ക്ലി ബേസിൽ നോക്കുമ്പോൾ 0.5% നഷ്ടമാണ് NSEയിലും BSEയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്ലോബലിയുള്ള മറ്റു മാർക്കറ്റുകളായിട്ട് നോക്കുമ്പോൾ കമ്പയറബിളി ഒരു നിറം മങ്ങിയ പ്രകടനമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് S&P US മാർക്കറ്റുമായിട്ടൊക്കെ ഡൗ ജോൺസായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 1.5% നേട്ടം രേഖപ്പെടുത്തിയാണ് ഡൗ ജോൺസൊക്കെ കടന്നുപോയത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനേക്കാളും ഒരു നിറം മങ്ങിയ പ്രകടനമാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിപണിയിൽ കാഴ്ചവെച്ചെന്ന് സാരം. ഇനി ജൂൺ മാസത്തോടൊപ്പം പുതിയ വ്യാപാരാഴ്ചയിലേക്കും കടക്കുമ്പോൾ ഇന്ത്യൻ വിപണി ആദ്യം പ്രതികരിക്കുന്നത് GDP നമ്പറുകളോടാണ്. മെയ് 30, അതായത് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ടൈമിന് ശേഷമാണ് ഇന്ത്യയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 4ാം ഭാഗത്തിൽ, അതായത് മാർച്ച് ക്വാർട്ടറിലെ GDP മൊത്താഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ച നിരക്ക് GDP ഗ്രോത്ത് റേറ്റ് വന്നത്. അപ്പം അതോടുകൂടി തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ GDP നിരക്കുകൾ ലഭ്യമായിട്ടുണ്ട്. 6.5 എന്നുള്ള പെർസെൻറ്റേജിലാണ് എത്തിയിരിക്കുന്നത്. മാർച്ച് ക്വാർട്ടറിൽ 7.4% GDP ഗ്രോത്ത് റേറ്റും കാണിച്ചിട്ടുണ്ട്. ഒരു ആനുവൽ ബേസിസിൽ നോക്കുമ്പോൾ തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം, അതായത് 2023-24 സാമ്പത്തിക വർഷത്തെക്കാളും 2024-25 സാമ്പത്തിക വർഷത്തെ, അതായത് ഇപ്പോൾ കഴിഞ്ഞ പോയ സാമ്പത്തിക വർഷത്തെ ഗ്രോത്ത് റേറ്റിൽ കുറവാണ്. അതായത് കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ താഴെ നിലവാരമാണ്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ജനറൽ ഇലക്ഷനൊക്കെ വന്നത് കാരണം ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്പെൻഡിങ്ങിലൊക്കെ ഒരു കുറവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൊക്കെ വന്നൊരു കുറവൊക്കെയാണ് ക്വാർട്ടർ 2 ബാധിച്ചതിന് ശേഷം തുടർച്ചയായിട്ടുള്ള പിന്നെയുള്ള 2 ക്വാർട്ടറുകളിലും ക്രമാനുഗതമായ ഒരു വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ 4 ക്വാർട്ടറുകൾക്കിടയിലെ ഏറ്റവും ഉയർന്ന GDP ഗ്രോത്ത് റേറ്റുമാണ് മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് കരുതുന്ന അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ ഒരു ഇടിവുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഇന്ത്യൻ എക്കണോമിയുടെ റെസിലിയൻസ് ശക്തമായിട്ട് ഗ്രോയിങ് റേറ്റിലൂടെ തിരിച്ചു വരുന്നത്. 6.5 ആണെങ്കിൽ പോലും മേജർ എക്കണോമിക്സിലെ ഏറ്റവും ഉയർന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ള ടാഗ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരുകയാണെങ്കിൽ ഈ വർഷം തന്നെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട്, സമ്പദ്ഘടനയായിട്ട് US, ചൈന, ജർമ്മനിക്ക് ശേഷം ഇന്ത്യ മാറാനുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ഇത് കാണിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒക്കെ നോക്കുമ്പോൾ വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവുള്ള ഘടകങ്ങളൊക്കെയാണ്. അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ ഒരു 4 വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലൊക്കെ GDP പോയെന്ന് കണക്കാക്കുമെങ്കിലും റീസെൻ്റായിട്ടുള്ള ഒരു ക്രമാനുഗതമായ വളർച്ച പ്രതീക്ഷനെ ഉയർന്ന രീതിയിലുള്ള ക്വാർട്ടർ 4 GDP ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കും. അതിനോടൊപ്പം പ്രധാനമായിട്ടും പണപ്പെരുപ്പം താഴെ നിൽക്കുന്ന അനുകൂലാവസ്ഥ, മികച്ച രീതിയിലുള്ള മൺസൂൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടും ഒരു ശുപ്രതീക്ഷ നൽകാവുന്ന നിരക്കുകളാണ് GDP നിരക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ നിക്ഷേപകർ ഇനി ശ്രദ്ധിക്കേണ്ട 5 ഘടകങ്ങളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതിലാദ്യം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വരുന്ന ആഴ്ചയ്ക്കുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ വിപണിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗാണ്. RBI MPC യോഗമാണ്. അപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാമത്തെ ബൈമന്ത്ലി ആയിട്ടുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗാണ് ഈ ആഴ്ച നടക്കുന്നത്. ജൂൺ 4 മുതൽ ജൂൺ 6 വരെ. അപ്പോൾ ജൂൺ 6-നായിരിക്കും ആ ഒരു പണനയ സമിതിയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷമുള്ള തീരുമാനം RBI ഗവർണർ പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ വർഷം ഉദ്ദേശിച്ച കലണ്ടർ ഇയറാണ്. ഫെബ്രുവരിയിലും ഏപ്രിലുമായിട്ട് 2 തവണ 0.5% അല്ലെങ്കിൽ 25 BPSൻ്റെ ഒരു കുറവ് റിപ്പോ റേറ്റുകൾ, രാജ്യത്തെ വായ്പകളുടെ പലിശ നിരക്കുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന റിപ്പോ റേറ്റുകൾ കുറച്ചിട്ടുള്ളത്. നിലവിൽ റിപ്പോ റേറ്റ് 6%. അപ്പം ജൂണിലേക്ക് നോക്കുമ്പോൾ, അല്ല ഇപ്പോഴത്തെ ജൂൺ, അതായത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 0.5% റിപ്പോ റേറ്റ് കുറയ്ക്കുമെന്നാണ് പൊതുവിൽ വിപണി പ്രതീക്ഷിക്കപ്പെടുന്നത്. RBIയുടെ തന്നെ ഒരു മീഡിയം ടൈം ടാർഗറ്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ താഴെയാണ് നിലവിലെ ഇപ്പോഴത്തെ പണപ്പെരുപ്പം എന്നുള്ളതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ GDPയുടെ ഒരു വളർച്ചയുടെ ഒരു കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ ഇടിവ് നിൽക്കുന്നതിനാലും ഗ്രോത്തിനെ പുഷ് ചെയ്യണമെന്നുള്ളതിനാലും ഒക്കെ
ഒരു തുടർച്ചയായ മൂന്നാം തവണയും, അതായത് തുടർച്ചയായ മൂന്നാമത്തെയും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ റിപ്പോ റേറ്റ് കുറയ്ക്കാനുള്ളൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് ബാങ്ക് ഓഹരികൾ ഇതെങ്ങനെ ബാധിക്കുമെന്നാണ്. കരിച്ച ബാങ്ക് ഓഹരികളുടെ പ്രോഫിറ്റബിലിറ്റിനെ നേരിട്ട് ബാധിക്കുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻഡിങ് റേറ്റ്സ് റാപ്പിഡായിട്ട് കുറയുകയും അതേസമയം സ്ലോവറായിട്ട് ഡെപ്പോസിറ്റ് റേറ്റ് കുറയുകയും ചെയ്യുന്നൊരു ഒരു ഘടകം വരുമ്പോഴാണ് ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഒരു സമ്മർദ്ദം അനുഭവപ്പെടുക. ഇത് ബാങ്കുകളുടെ ഒരു പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്ന ഘടകമാണ്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ. പക്ഷേ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ബാങ്കുകൾക്ക് ഒരു സമ്മർദ്ദം ഏൽക്കുന്ന ഷോർട്ട് ടൈമിലേക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ എന്നിരുന്നാലും റേറ്റ് കട്ടിന് മാർക്കറ്റ് പ്രൈസ്ഡ് ഇൻ ഒരു പരിധിവരെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് അങ്ങനെ മാർക്കറ്റിന് വരുന്ന ദിവസങ്ങൾ കൊണ്ട് കൂടി ഒരു റേറ്റ് കട്ട് എന്നുള്ളതിനെ മാർക്കറ്റ് അത്രത്തോളം സംശീകരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഇമ്പാക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ്ഡ് ഇൻ എന്നുള്ള ആ ഒരു ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിങ് ഓഹരികൾ അത്ര സമ്മർദ്ദം ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ എന്തായാലും RBIയുടെ അത് വരുന്ന വെള്ളിയാഴ്ച 6-ാം തീയതി RBI ഗവർണർ ഈ MPC മീറ്റിങ്ങിന് ശേഷം നടത്തുന്ന കമൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. GDPയെക്കുറിച്ച്, പ്രത്യേകിച്ച് GDPയെക്കുറിച്ച്, മാക്രോ എക്കണോമിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫാക്ടേഴ്സിനെ കുറിച്ച്, ഇൻഫ്ലേഷനെക്കുറിച്ച്, ഇനി ഫ്യൂച്ചറിൽ ഇനി മുന്നോട്ട് എത്രത്തോളം റേറ്റ് കട്ട് പ്രതീക്ഷിക്കാം, അല്ല അതിനെപ്പറ്റിയുള്ള നിലപാടുകളൊക്കെ പറയുന്നത് വിപണിയെ സ്വാധീനിക്കാതെ പ്രത്യേകിച്ച് മാർക്കറ്റ് ടൈമിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് കൂടി ആയതിനാൽ. ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,900 കോടിയുടെ ഓഹരികൾ വാങ്ങുകയാണ് ഉണ്ടായത്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ 6,450 കോടിയുടെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. അപ്പം മെയ് പകുതിക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഇടവേളകളിൽ FIs വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്ന നമുക്ക് കാണാം. 25,000 കടന്നിട്ട് മാർക്കറ്റ് അതിനുശേഷം ഒരു ബ്രേക്ക് ഇടുന്ന പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം FIസിൻ്റെ ഭാഗത്തുള്ള ഇൻഫ്ലോസിൻ്റെ ആ ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഒരു തുടർ നീക്കത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പം മറുവശത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ടുകളൊക്കെ പോലത്തെ ഇവിടുത്തെ നിക്ഷേപക സ്ഥാപനങ്ങൾ, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ, DIA ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശക്തമായിട്ട് അത് വിപണി ചാഞ്ചാട്ടം നേരിടുന്ന വേളയിലൊക്കെ ശക്തമായിട്ട് വാങ്ങുന്ന പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഘടകമാണ്. പക്ഷേ എന്നിരുന്നാലും FIസിൻ്റെ ഒരു നിലപാടാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. FIs വീണ്ടും സെല്ലിംഗ് തുടങ്ങിയത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചയിലും പ്രത്യേകിച്ച് US മാർക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ്. അവിടുത്തെ ബോണ്ടുകളുടെ ഒക്കെ ഉള്ള ഘടകങ്ങളും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചുള്ള വ്യാപാര തർക്കങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു നിർണായക ഘടകമായി വരിക. പക്ഷേ എന്നിരുന്നാൽ പോലെ FIസിൻ്റെ ഇൻഫ്ലോസ് സംബന്ധിച്ചുള്ള ഡാറ്റകൾ നമ്മൾ നോക്കുന്നില്ല. ആ ട്രെൻഡ് എങ്ങനെ പോകും എന്നുള്ളത് നോക്കുന്നത് നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഗതിവിധികൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി റോൾ ഓവർ ഡേറ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞൊരു 3 മാസത്തിൻ്റെ ശരാശരിയിലും ഉയർന്ന ഒരു റോൾ ഓവർ മെയ് സീരീസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസം ശരാശരി 78.09% റോൾ ഓവർ എങ്കിൽ ഇത്തവണ മെയ് സീരീസിന് ജൂണിലേക്ക് കടക്കുമ്പോൾ 79.10 ആണ്. അപ്പം കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസക്കാലം നോക്കുകയാണെങ്കിൽ ഏകദേശം 1,200 പോയിൻ്റ് ഇടയിലാണ് നിഫ്റ്റി നിന്നിട്ടുള്ളത്. കമ്പാരബിളി ഒരു നാരോ റേഞ്ചിൻ്റെ ഇടയിലൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി നടന്നിട്ടുള്ളൊരു സമയത്ത് നോക്കുമ്പോൾ ഒരു റോൾ ഓവർ ആക്ടിവിറ്റി കഴിഞ്ഞ 3 മാസത്തെ ശരാശരിയേക്കാൾ ഇച്ചിരിയോടെ ഉയർന്ന ഒരു റോൾ ഓവർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ട്രേഡർമാർ ഒരു ബ്രേക്കൗട്ട് മൂവ് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാകുന്നത് കൊണ്ടാണ്. അത് കാത്തിരുന്ന് കണ്ട കാര്യങ്ങൾ. ആ ട്രിഗർ നമുക്ക് എന്തായാലും വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഒരു പോസിറ്റീവ് ബയസ് ഉണ്ടെന്നുള്ള വേണം നമുക്ക് തന്നെ ഒരു സൂചനയായിട്ട് എടുക്കാം. ഇനി മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് നമുക്ക് വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിൽ റെസിപ്രോക്കൽ താരിഫ് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും ഇതൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിനെ ബാധിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ US കോടതികളിൽ ഈ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ലിറ്റിഗേഷൻസിലെ നിയമവ്യവഹാരങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ US സർക്കാരിൻ്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് അല്ലെങ്കിൽ US ബോണ്ട് ഈൽഡ് നമുക്ക് അതിൻ്റെ വർധന വരുന്നുണ്ടെങ്കിൽ വിപണിയെ ബാധിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. സമാനമായി നോക്കുകയാണെങ്കിൽ US ഓഹരി വിപണിയുടെ ട്രെൻഡ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം പ്രധാനമായിട്ടും നോക്കുമ്പോൾ US യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ളതും ബോണ്ടുകളുമാണ് മാർക്കറ്റിനെ നമുക്ക് കൂടുതൽ നോക്കേണ്ട ഗ്ലോബൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഒരു ഹ്രസ്വകാല ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുതിയ വിവരങ്ങളുമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് നന്നായിരിക്കും.
പിന്നെ നാലാമതായിട്ടൊരു ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മന്ത്ലി വരേണ്ട ഓട്ടോ സെയിൽസാണ്, വാഹന വിൽപ്പനയുടെ കണക്കുകളാണ്. അപ്പോൾ മെയ് മാസം പൂർത്തിയായതോടെ തന്നെ നാളെ മുതൽ പ്രധാനപ്പെട്ട എല്ലാ വാഹന നിർമ്മാതാക്കളും ഓട്ടോമൊബൈൽ കമ്പനികളും അവർ മെയ് മാസത്തിലെ വിൽപ്പന കണക്കുകൾ പുറത്തുവിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയിലും അല്ലെങ്കിൽ വാർഷികമായിട്ടുള്ള സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരികളനുസരിച്ചുള്ള ഉണർവും പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാത്ത കമ്പനികളുടെ ഓഹരികളുടെ തിരിച്ചടിയും പ്രതീക്ഷിക്കും. അതായത് തിങ്കളാഴ്ച എന്തായാലും ഓട്ടോമൊബൈൽ സെക്ടറിലെ ഓഹരികളായിരിക്കും ഒരു ശ്രദ്ധാകേന്ദ്രങ്ങളാകുന്നതെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇനി വിപണിയിൽ നമുക്ക് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു സാധ്യതകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിപണിയിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തേടുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റ്സായിട്ട് നോക്കുമ്പോൾ, പ്രത്യേക US മാർക്കറ്റായിട്ടൊക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഒരു അണ്ടർ പെർഫോംഡ് ആയിരുന്നു. ഡൗ ജോൺസ് 1.5% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച കടന്നു പോയപ്പോൾ നിഫ്റ്റി NSEയുടെ നിഫ്റ്റി സൂചികയായിട്ട് 0.5% നഷ്ടം രേഖപ്പെടുത്തിയാണ് ഉണ്ടായത്. വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ NSE നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,751 നിലവാരത്തിലാണ്. ഇപ്പോൾ ഈ വീക്ക്ലി പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിലും വീക്ക്ലി ചാർട്ടിലൊരു സ്മോൾ ബെയർ ക്യാൻഡിൽ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഈ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെക്കാട്ടും ഉള്ള ഒരു മികച്ച പ്രകടനം, അല്ലെങ്കിൽ ഔട്ട് പെർഫോമൻസ് കാണിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. 1% നേട്ടം ബ്രോഡ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ക്യാപിറ്റൽ ഗുഡ്സ്, പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ എനർജി സെക്ടേഴ്സിലെ ഓഹരികളുടെ ഒരു ഉണർവാണ് ബ്രോഡർ മാർക്കറ്റിനെ സഹായിച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു മാർക്കറ്റ് ഡയറക്ഷനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നൽകുന്ന ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ചകളുമായി ഇന്ത്യൻ വിപണി ഒരു കൺസോൾട്ടേഷൻ പാതയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ വരുന്ന ഒരാഴ്ചയിൽ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു കൃത്യമായ ഡയറക്ഷനുള്ള ഒരു നീക്കം വിപണിയിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. റോൾ ഓവർ ഡേറ്റയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ബയസോടുകൂടി തന്നെ കൺസോൾട്ടേഷൻ ഇച്ചിരി ബ്രോഡർ റേഞ്ചിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് കരുതുന്നു. 25,100 നിഫ്റ്റിയുടെ 25,100, 24,500, 24,500 നിലവാരങ്ങൾക്കിടയിൽ ഉള്ളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്ക് തന്നെയായിരിക്കും മുൻഗണന. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടത്. അപ്പം ഇച്ചിരി ഒരു നിയർ ടൈമിലേക്ക് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് 24,600 നിലവാരം, അതായത് 20-യുടെ EMA 20 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിലവാരം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം വിപണിയിൽ ജനറലായിട്ടുള്ളൊരു ബുള്ളിഷ്നെസ് നമുക്ക് പ്രതീക്ഷിക്കാം. 24,600 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് ഒരു മാർക്കറ്റിലൊരു ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു വീണ്ടും ഒരു ട്രിഗർ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ 24,200 നിലവാരങ്ങളിലാണ് പിന്നീട് സപ്പോർട്ട് പ്രതീക്ഷിക്കാനാകുന്നത്. മറിച്ച് 25,100-200 നിലവാരം ഭേദിച്ച് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റായിട്ടുള്ളൊരു ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിപണിയിലേക്ക് കൂടുതൽ ഒരു മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നിഫ്റ്റി 25,600-ലേക്കൊക്കെ നിയർ ടൈമിലേക്ക് പോകാനുള്ള വഴി തുറക്കും. ബാക്കിയുള്ള പോസിറ്റീവ് ട്രിഗർ ഉണ്ടെങ്കിൽ വരുന്ന മാസങ്ങളിൽ വീണ്ടും ഒരു പുതിയ ഫ്രഷ് ഓൾ ടൈം ഹൈ ഒക്കെ അടിക്കാനുള്ള സാധ്യതകളും മുന്നിലുണ്ട്. ഇപ്പോൾ എന്തായാലും മാർച്ചിൽ നോക്കുമ്പോൾ നിഫ്റ്റി 12% അപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു 6% താഴെയാണ് ഓൾ ടൈം ഹൈയുടെ താഴെ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നോക്കുമ്പോൾ കൺസോൾട്ടേഷനുടെ 3% കറക്ഷനും നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതൊരു പോസിറ്റീവാണെന്ന് നമുക്ക് കരുതാം. ഇനി വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കാവുന്ന സെക്ടറുകൾ ബാങ്കിങ്ങും ഫിനാൻഷ്യലും തന്നെയാണ്. അത് പോസിറ്റീവ് ബയസിൽ തുടരുമെന്ന് കരുതുന്നു. FMCG IT സെക്ടറുകളിൽ ഒരു ചെറിയൊരു നിറമങ്ങിയ പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെന്ന് പറയുന്നത് RBIയുടെ റേറ്റ് കട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കമൻട്രി ഉണ്ട്. FISൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻഫ്ലോ നോക്കണം. US ഡോളർ ഇൻഡെക്സ് വീക്കനാകുന്നുണ്ടോ, ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെയൊക്കെ ഒരു വീക്കനാകുന്നതും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ നിയർ ടൈമിലേക്ക് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കീ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും US തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ആണ്. അങ്ങനെ ഇതിൽ സംഭവിച്ചാലും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ കഴിയും. ഇനി കഴിഞ്ഞ ഒരു 18 വർഷത്തെ ജൂൺ മാസത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നോക്കിയാലും 11 തവണയും കഴിഞ്ഞ 18 വർഷങ്ങളിൽ 11 ജൂണിലും ഒരു പോസിറ്റീവായിട്ടുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ജൂൺ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച നമുക്ക് പോസിറ്റീവായിട്ട് കരുതാമെന്ന് കരുതുന്നു. ഞാനൊരു സെമി ടേസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം. എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ലതാവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.